SRM School of Film Technology, Ramapuram offers 3 years degree program in film technology. I am proud to be an alumni. ഡാൻസിൻ്റെ കാര്യങ്ങളൊക്കെ പ്രാക്ടീസൊക്കെ കുറച്ചൊന്ന് മുടങ്ങിയിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തു. പിന്നെ ഹലോ പിന്നെ നന്നായിട്ട് റെസ്റ്റ് എടുക്കും. അത് കബേർഡിലുണ്ട്, കബേർഡിൽ റൈറ്റ് സൈഡിൽ ഉണ്ട്, അത് മുഴുവൻ എടുത്ത് ആദ്യം തന്നെ ഇൻ്റർവ്യൂവിന് വരുമ്പോൾ ഫോൺ സൈലൻ്റ് ആക്കി വെക്കണം. അവിടുത്തെ ഒരു ഇതാണല്ലോ ഈ ഇൻ്റർവ്യൂ എന്നല്ല ഏതൊരു തുടരും എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ അതിൽ കുറെ അല്ല. പിന്നെ എന്ത് ധൈര്യത്തിൽ എൻ്റെ തലയിലൊക്കെ തോണ്ടുന്നത് അറിയില്ലാന്ന് പറഞ്ഞല്ലോ, മാമിനെ അറിയില്ലാന്ന് പറഞ്ഞല്ലോ. അല്ല ഇതൊക്കെ എന്തിനാ അങ്ങനോട് പറയേണ്ട ആവശ്യം എന്താ? ഇവിടുത്തെ ആള് ഇവിടുത്തെ ഈ ഷോ ഡയറക്ടർ ഒന്ന് വിളിക്കോ? ഇന്റർവ്യൂ നിങ്ങളോട് പറയണം. നിങ്ങളാരാ ഇവിടുത്തെ? അറിയില്ലാന്ന് പറഞ്ഞില്ലേ, പിന്നെന്താ? നിങ്ങൾ മാറിക്കേ, നിങ്ങൾ മാറിക്കേ. അതിപ്പോ നിങ്ങളോട് പറയേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ മാറി ഇങ്ങോട്ട്. ഞാനൊന്നും വിളിച്ചിട്ടില്ല, എനിക്ക് എടോ ഞങ്ങൾ ഷൂട്ട് ചെയ്യട്ടെ. നിങ്ങൾ കുറെ നേരം മാറിക്കോളൂ ഇങ്ങോട്ട്. ഇവിടെ ഷൂട്ട് ചെയ്യണ്ടേ? പിന്നെ ക്ലാസിക്ക ഇയാളെ അറിയോ ഇല്ലയോ? പിന്നെ സമാധാനമായിട്ട് എടുക്കാം. കണ്ടിന്യൂ ചെയ്യാം, കുഴപ്പമില്ല. ഹായ്. ചെറിയ ടെൻഷനൊക്കെ ഉണ്ട്, പുതിയ ആങ്കർ. ടെൻഷൻ ഉണ്ടെന്നോ? എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ ടെൻഷനാണെങ്കിൽ അപ്പോൾ വലിയ ആൾക്കാരുടെ അടുത്ത് പോകുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? അല്ല അതിപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ചെറിയ ടെൻഷൻ. ഓക്കെ, അപ്പോൾ ഞാൻ ഇൻട്രോ കൊടുക്കാൻ പറ്റും. ഹലോ ബിഹൈൻഡ് വുഡ്സ് ഐസ് വ്യൂവേഴ്സ്. ഇന്ന് നമ്മുടെ കൂടെയുള്ള ആൾ ഒരു ആക്ട്രസ് ആണ്, ഒരു ഡാൻസറാണ്, പിന്നെ മോഡലിംഗ് ആണ് മെയിൻ, പിന്നെ ആങ്കറും ആണ്. അപ്പോൾ ലെറ്റ് മീ വെൽക്കം സ്വാസിക വിജയൻ ടു ദ ഷോ. താങ്ക് യു. ഇൻട്രോ ഒക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ ഈ ലോക്ക്ഡൗൺ ഡേയ്സ് ഒക്കെ എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു? ലോക്ക്ഡൗൺ ഡേയ്സ് സ്പെൻഡ് ചെയ്തത് അങ്ങനെ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ചെയ്തില്ല. വീട്ടിൽ വെറുതെ ഇരുന്നു. എൻ്റെ ഈ പറഞ്ഞ പോലെ ഡാൻസിൻ്റെ കാര്യങ്ങളൊക്കെ പ്രാക്ടീസൊക്കെ കുറച്ചൊന്ന് മുടങ്ങിയിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തു. പിന്നെ ഹലോ അയ്യ പട്ടി എടാ, നീ എന്നാലേ OLX ഇട്ടാൽ മതി. OLX എത്ര കുഞ്ഞുങ്ങളുണ്ട്? 4 ലോട്ടറി ആണല്ലോ. അതെ ഞാനിവിടെ ഇൻ്റർവ്യൂ ഇല്ല. നീ OLX ഇടും, ഞാൻ പിന്നെ വിളിക്കും കേട്ടോ. എടാ ഇൻ്റർവ്യൂ എടാ. ആരാന്നറിയോ? സീത. ഞാൻ വിളിക്കാം. ബൈ. സോറി, ഫ്രണ്ടിൻ്റെ പട്ടി പ്രസവിച്ച് 4 കുഞ്ഞുങ്ങളി. അല്ല സ്വാസിക്ക് ഒരു പെറ്റില്ലല്ലേ? എനിക്കിപ്പോൾ ഈ ലോക്ക്ഡൗണിലൊരു വിശേഷം അതായിരുന്നു. ഒരു പട്ടിക്കുട്ടി പിന്നെ ഒരു പൂച്ചക്കുട്ടി എല്ലാവരെയും മേടിച്ചു. അങ്ങനെയൊക്കെയായിരുന്നു ടൈം സ്പെൻഡ് ചെയ്ത്, പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ നന്നായിട്ട് റെസ്റ്റ് എടുക്കും. അപ്പോൾ ഈ സ്വാസിക എന്നുള്ള പേരില്ലേ, ഈ പേര് ആരാണ് സജസ്റ്റ് ചെയ്തത്? അതൊരു വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു പേരാണ്. പേര് എൻ്റെ ശരിക്കുള്ള ഇത് ഞാൻ കുറേ ഇൻ്റർവ്യൂസ് പറഞ്ഞിട്ടുള്ളതാണ്. എൻ്റെ ശരിക്കുള്ള പേര് പൂജ എന്നാണ്. ഞാൻ തമിഴ് മൂവിയാണ് ആദ്യം ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ മാറ്റിയ പേരാണ്. ഹലോ എടാ, അത് കബേർഡിലുണ്ട്, കബേർഡിൽ റൈറ്റ് സൈഡിൽ. ആടാ വണ്ടി. എടാ നീ മറ്റേ സാധാരണ വെക്കുന്നിടത്ത് തന്നെ എടാ താഴെടാ. നീ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കല്ലേ? എടാ അളി ഞാൻ ഇൻ്റർവ്യൂവിലാണ്, ഞാൻ വിളിക്കാം. എടാ പിന്നെ എൻ്റെ പെർഫ്യൂം ഉണ്ട് അവിടെ, അത് മുഴുവൻ എടുത്ത് അടിച്ച് തീർക്കില്ല കേട്ടോ, പറഞ്ഞിട്ടില്ലാന്ന് വേണ്ട. നീ വെക്ക്, ഞാൻ വിളിക്കാം. സോറി, റൂംമേറ്റ്. അപ്പോൾ തുടങ്ങട്ടെ. എന്തായിരുന്നു പറഞ്ഞത്? പേര് തമിഴ് സിനിമയിൽ ചെന്നപ്പോൾ അവരാണ് അവിടുത്തെ ഒരു ഇതാണല്ലോ ഈ ലക്കി ആയിട്ടുള്ള പേര്, അങ്ങനെ ന്യൂമറോളജി ഒക്കെ നോക്കിയിട്ട് അവരാണ് പേര് മാറ്റിയത് ഒക്കെ ചെയ്തത് അവരാണ്. അങ്ങനെയാണ് സ്വാസികയിലേക്ക് എത്തിയത്. ഓക്കെ. അപ്പം പിന്നെ ഇപ്പം ഈ സ്വാസിക നല്ലൊരു ഡാൻസറാണ്, അതുപോലെ തന്നെ ഒരു ആക്ട്രസ്സാണ്. അപ്പോൾ എന്ത് ടാഗ് ലൈനിലാണ് അറിയാൻ ആഗ്രഹം? ഡാൻസർ എന്നാണോ അതോ?
അങ്ങനെ ഇന്ന ടാഗ് ലൈനിൽ അറിയണം അങ്ങനെയൊന്നുമില്ല. ഡാൻസറാണ്, അപ്പോൾ അത് ആൾക്കാർ ഇഷ്ടപ്പെടുന്നു. അല്ലെങ്കിൽ ഒരു ഡാൻസർ കം ആക്ടർ, ശോഭന മാം ഒക്കെയാണ് എൻ്റെ ഒരു മിനിറ്റ് ഞാൻ സൈലന്റ്. സോറി ക്വസ്റ്റ്യൻസ് ഇതിലാണ്, അപ്പോൾ അതുകൊണ്ടാണ്. അല്ലെങ്കിൽ എടുത്തിട്ട് വന്നോളൂ. ഇല്ല കുഴപ്പമില്ല ഇനി വരില്ല. അത് ഇപ്പോൾ അതല്ല, ഒരു മിനിറ്റ്, ആദ്യമായിട്ട് ഇൻ്റർവ്യൂ ചെയ്യുകയാണെന്ന് പറഞ്ഞല്ലോ. ആദ്യം തന്നെ ഇൻ്റർവ്യൂവിന് വരുമ്പോൾ ഫോൺ സൈലൻ്റ് ആക്കി വെക്കണം, മനസ്സിലായോ? അല്ലാതെ ഇപ്പം എന്തെങ്കിലും അത്യാവശ്യം കോളൊക്കെ ആണെങ്കിൽ ഇതൊരുമാതിരി പട്ടി പ്രസവിച്ചു റൂംമേറ്റ് എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ ഫ്രണ്ട് വിളിക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് അവനെ വിളിച്ചോണ്ട് ഞാൻ സൈലൻ്റ് അതൊരു ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് അറിയാനായിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഭയങ്കര എക്സ്പീരിയൻസ് വേണമെന്നോ അല്ലെങ്കിൽ എന്താ പറയുക ഒരുപാട് അങ്ങനെ നമുക്ക് നോർമലി അറിയാവുന്ന കാര്യമില്ല. ഒരു ഇത്രയും ക്യാമറയുടെ ഇവിടെ നിൽക്കുന്നു, ഒരു ഇൻ്റർവ്യൂ തുടങ്ങുമ്പോൾ നമ്മൾ ഫോൺ സൈലന്റ് ചെയ്യണം എന്നുള്ളത് ഇൻ്റർവ്യൂ എന്നല്ല, ഏതൊരു സൈലൻ്റ് ആക്കി. കുഴപ്പമില്ല സോറി കുഴപ്പമില്ല. അപ്പോൾ പിന്നെ ഒരു മിനിറ്റ് ഇതും കൂടെ. ഹലോ ആ പറയണേ, എന്താണ്? എടാ ഞാൻ ഇൻ്റർവ്യൂവിലാണ്, പറ. എടാ ഞാൻ ഓർഡർ ചെയ്തോളാം, നീ കഴിച്ചിട്ട് പോയാൽ മതി, ഞാൻ ഓർഡർ ചെയ്തോളാം കേട്ടാ. നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കില്ല, ഞാൻ ഇൻ്റർവ്യൂവിലാണ്. ഇനി വിളിക്കില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുഴപ്പമില്ല. ശ്വാസിക സോറി ഞാനേ അത് ഇനി വിളിക്കില്ല, കുഴപ്പമില്ല. അല്ല, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം. കാരണം എല്ലാ കോൾസും എല്ലാം കഴിഞ്ഞിട്ട് എന്താ പറയുക, എനിക്ക് അത്യാവശ്യമായിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ആരും വിളിച്ചു പറഞ്ഞില്ല, അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ സമാധാനമായിട്ട് എടുക്കാം. അല്ല ശ്വാസി അങ്ങനെയല്ല, ഞാൻ പുതിയ ആളാണ്, അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ടെൻഷനൊക്കെ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കോൾ ചെയ്ത് പിന്നെ എടുക്കാം. അല്ല പ്ലീസ് ഇനി വരില്ല, ഇനി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇല്ല വേണ്ട, ഇല്ല അതുകൊണ്ടല്ല ശ്വാസിക, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം, കുഴപ്പമില്ല. അങ്ങനെ പ്ലീസ് അത് വേറൊന്നും ശ്വാസിക ആക്ച്വലി ഞങ്ങളൊരു പ്രാങ്കാണ് അപ്പോൾ പ്രാങ്കാണ് ഞങ്ങൾ അതുകൊണ്ട് ചെയ്തതാണ്, അല്ലാണ്ട് ലൈക്ക് ഇൻ്റർവ്യൂ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം, കുഴപ്പമില്ല. എല്ലാം പ്രാങ്കായിരുന്നു. വിളിച്ചത് ഞങ്ങളുടെ ചാനൽ മാനേജർ തന്നെയാണ്. അതെ അല്ല എന്നാലും ഞാൻ വിചാരിച്ചു എനിക്ക് അടി കിട്ടുമോ എനിക്ക് ചെറിയൊരു പേടി. ഫോൺ സൈലന്റിൽ വെക്കണം എന്നുള്ളത് എല്ലാവരും ഇത് ഭയങ്കര കൂളായിട്ട് പട്ടി പ്രസവിച്ചു അത് ചെയ്തു ഇത് ചെയ്തു ഒക്കെ ഞാൻ വിചാരിച്ചു പൊട്ടത്തായിരിക്കും. ഓക്കെ എന്തായാലും ആ സ്പീഡിൽ എനിക്ക് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു, നീ കയ്യിൽ നിന്ന് പോവോ. അത്രയ്ക്ക് എന്തായാലും ഭീകര ദേഷ്യം വരില്ല. അപ്പൊ നമുക്ക് ഇനി സ്വാസിക എന്നുള്ള പേര് വന്നത് അങ്ങനെയായിരുന്നു തമിഴ് ഇൻഡസ്ട്രിയിൽ ചെന്നത്. അപ്പൊ അവര് നോർമലി പേര് മാറ്റില്ല, അവർക്കൊരു വലിയൊരു എല്ലാ ആൾക്കാരുടെ പേര് മാറ്റും. പിന്നെ ന്യൂമറോളജി ഒക്കെ നോക്കി സ്വാസിക എന്നുള്ള പേരും ഒരു തമിഴ് ടച്ചാണ്, അങ്ങനെയാണ് അത് ചൂസ് ചെയ്തത്. അപ്പം സ്വാസിക ബേസിക്കലി എറണാകുളത്താണ്, മൂവാറ്റുപുഴ. അപ്പം ഈ മൂവാറ്റുപുഴയിൽ എങ്ങനെ ചെറുപ്പം മുതലേ ഡാൻസ് കാര്യങ്ങളെല്ലാം ചെയ്യാറുണ്ട്, കലയായിട്ട് വളരെ. അപ്പോൾ അതുപോലെ തന്നെ എന്താ പറയുക, അപ്പോൾ കുറേ ഫാൻസ് ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ചോദ്യം. ചെറുപ്പം മുതലേ ഫാൻസ് ഉണ്ടായിരുന്നോ അതോ സീരിയൽ? ചെറുപ്പം മുതലൊന്നും അങ്ങനെയൊന്നും ഫാൻസ് ഒന്നും ഉണ്ടാവാറൊന്നുമില്ല, അത്രയ്ക്ക് സംഭവം ഒന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ. സീരിയൽ വന്നപ്പോൾ മുതൽ കുറച്ച് ആൾക്കാർ ഉണ്ടായിരുന്നു, അത് ആ സീരിയലിന്റെ ഇതിലോട് വന്നതായിരിക്കണം, അല്ലാണ്ട് ഭയങ്കരമായിട്ടുള്ള അതിന് മുൻപും പിൻപും അങ്ങനെയൊന്നുമില്ല. ആ സമയത്ത് ഉണ്ടായിരുന്നവർ ഇപ്പോഴും കുറച്ചുപേരൊക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നൊക്കെ അങ്ങനെയുണ്ട്. 2-3 ഈ ഫേസ്ബുക്ക് കൂട്ടായ്മ എന്നൊക്കെ പറയുന്ന അങ്ങനെ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ സീത എന്ന ക്യാരക്ടർ, ആ ഒരു സീരിയലിലെ ക്യാരക്ടറിനാണ് ഭയങ്കര റെക്കഗ്നീഷൻ ആയിരുന്നു. ഈ സീരിയൽ എന്നുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ദിവസവും കാണുന്നു, വീടുകളിലെത്തുന്നു, പിന്നെ ഒരു അമ്മമാർ, അങ്ങനെ ആ ഒരു ഏജ് ഗ്രൂപ്പും ഉണ്ട് അല്ലേ.
അപ്പം പലരും ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട്, അതായത് പുറത്തുനിന്ന് കാണുമ്പോൾ അവർ ആ ക്യാരക്ടറിനെ അത്രത്തോളം. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കടമറ്റത്ത് കത്തന എന്നുള്ള സീരിയൽ, അതിൽ ആ ഫാദറിനെ എല്ലാവരും അനുഗ്രഹിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള എക്സ്പീരിയൻസുകളൊക്കെ ഉണ്ടായിട്ടുണ്ടോ സീത മോളെ? അതുണ്ടായിട്ടുണ്ട്. നമ്മൾ കൂടുതലും ഈ അമ്പലങ്ങളിൽ പോകുമ്പോഴായിരിക്കും കൂടുതൽ, കാരണം അവിടെ കുറച്ചും കൂടി പ്രായമായിട്ടുള്ള, അതായത് ഈ വീണ്ടും ഫോൺ നോക്കുകയാണ്, ഇല്ല പറഞ്ഞോളൂ, പ്രായമായിട്ടുള്ള അമ്മൂമ്മമാരും അവരൊക്കെ വരുമല്ലോ. അപ്പൊ അവര് വരുമ്പോ മറ്റുള്ളവരെക്കാളും അവർക്ക് കുറച്ചും കൂടി നിഷ്കളങ്കമായിട്ട് അവർ ബിഹേവ്. അപ്പൊ അവർ ഓടി വന്നിട്ട് ആദ്യം തന്നെ എന്നെ തിരിച്ചെടുത്തിട്ട് മുടി വലിച്ചു നോക്കും, ശരിക്കുള്ള മുടിയാണോ നോക്കും. പിന്നെ അവർ വന്നിട്ട് ഭയങ്കര കെട്ടിപ്പിടിച്ച് മോളെ അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരുപാട് സ്നേഹത്തോടെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസ്. കാരണം ഞാൻ ചെയ്ത പോസിറ്റീവ് ക്യാരക്ടർ ഒരു നെഗറ്റീവ് ആൾക്കാരുടെ ഒരു ഇത് ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഭയങ്കര കാര്യമായിട്ട് വന്ന് കെട്ടിപ്പിടിക്കുന്നു, അതുപോലെ അവരുടെ വിശേഷങ്ങൾ പറയുന്നു, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ ശരിക്കും സീരിയൽ കണ്ടിട്ട് ഇതേപോലെ ബിഹേവ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്വാമി അയ്യപ്പൻ സീരിയലിൽ അയ്യപ്പനായിട്ട് അഭിനയിച്ച കൗശിക്, ഞാൻ കൗശിക്കിനെ ഒരു ഹോട്ടലിൽ വെച്ചിട്ട് കണ്ടപ്പോ ഞാൻ അറിയാതെ കൈ എടുത്ത് തൊഴുതു പോയി. ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചു അയ്യോ. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ട്, അപ്പൊ അത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഭയങ്കരമായിട്ട് അതിൽ ഇൻവോൾവ് ആവുമ്പോ അല്ലെങ്കിൽ ഡെയിലി കാണുമ്പോൾ നമുക്ക് തോന്നും അത് ശരിക്കും ആണ് എന്നുള്ളത് തോന്നും. അപ്പൊ അത് ഒരുപാട് പേർക്ക് നല്ല അനുഭവങ്ങളും ചീത്ത അനുഭവങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എനിക്കും അത് രസമായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഈ സീരിയലിലുള്ളവർക്ക് സീരിയലിന് സിനിമയിലേക്കുള്ള എൻട്രി അതൊരു കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാണ് യൂഷ്വലി പറയുന്നത്. അത് അതുപോലെ തന്നെയാണ് കേട്ടോ റിവേഴ്സ്. അപ്പൊ അതങ്ങനെ ചെറിയൊരു ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. എന്നെ സംബന്ധിച്ച് എന്തോ ഇതുവരെ വലിയ ബുദ്ധിമുട്ട് വന്നിട്ടില്ല. ഞാൻ ആദ്യം ചിലപ്പോൾ തുടങ്ങിയത് സിനിമ ആയതുകൊണ്ടായിരിക്കാം, കുറച്ച് പരിചയങ്ങളൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പം എന്താ പറയാ, എൻ്റെ ഒരു കാര്യത്തിൽ വെച്ചിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു സംഭവത്തിൽ വലിയ കാര്യമില്ല. കാരണം അത് വരാനുള്ളതാണെങ്കിൽ എങ്ങനെയെങ്കിലും വരും എന്നുള്ളതാണ്. ആ ഒരു ഡെസ്റ്റിനിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഞാൻ സിനിമകൾ ചെയ്തതെല്ലാം സീരിയലിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ്. സീരിയൽ ഇല്ലാതിരുന്ന സമയത്ത് സിനിമയും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതങ്ങനെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ആ സിനിമകൾ എനിക്ക് വേണ്ടിയിട്ട് ഉള്ളതായിരുന്നു. അതുകൊണ്ട് അത് ഏതൊരു ഇതിലാണെങ്കിലും അത് വരും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പൊ ഈ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്തില്ല ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ആക്ടർ എന്ന് പറയാം നമ്മളെ? അങ്ങനെ പറയാൻ പാകത്തിന് ഒരുപാട് ആക്ടറിന്റെ കൂടെ ഒന്നും ഞാൻ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്തിട്ടില്ല. പക്ഷെ എൻ്റെ കൂടെ അഭിനയിച്ച എല്ലാവരും ഭയങ്കര ഫ്രീ ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. ഇപ്പൊ സിനിമയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ ചെമ്പൻ ചേട്ടന്റെ വൈഫായിട്ടാണ് ഞാൻ പൊറിഞ്ചോളി ചെയ്തത്. ചെമ്പൻ ചേട്ടന് കാണുമ്പോൾ നമ്മൾ ഭയങ്കര ഒരു ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള ആള് ഭയങ്കര ഒരു തോന്നും. പക്ഷെ ഭയങ്കര കൂളായിട്ട് സംസാരിക്കുന്ന, അല്ലെങ്കിൽ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന, ഓരോ കാര്യം നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരുന്ന, തമാശകളൊക്കെ പറയുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ വലിയൊരു പേടിയോ അല്ലെങ്കിൽ ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ചെയ്ത ഷൈനിന്റെ കൂടെ ചെയ്തു, പിന്നെ ലാലേട്ടന്റെ കൂടെ ഒക്കെ ചെയ്തു. അപ്പൊ എല്ലാവരും എനിക്ക്, അതായത് എല്ലാവരും ഭയങ്കര ഫ്രീ ആണ്. സത്യം പറഞ്ഞാൽ നമ്മൾ ആരുടെയും കൂടെ അഭിനയിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടില്ല. പിന്നെ സീരിയലിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അത് ഒരുപാട് വർഷത്തെ ഒരു പ്രോസസ്സ് ആയതുകൊണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് അവരായിട്ട് ഒരു അടുപ്പം വന്നു പോകും. അതായത് ഒരു ഫാമിലി അറ്റാച്ച്മെന്റ് വന്നു പോകും. അതിപ്പം അഭിനയിക്കുന്നവർ മാത്രമല്ല, ടെക്നീഷ്യൻസ് ആണെങ്കിലും, ഇപ്പം ഡയറക്ടർ ആണെങ്കിലും ക്യാമറ ചെയ്യുന്നവരാണെങ്കിലും ഫുൾ ക്രൂ ആയിട്ട് ആ ഒരു അടുപ്പം വരുമല്ലോ. അപ്പൊ അതുകൊണ്ട് അത് വേറൊരു കംഫർട്ട് സോൺ ആയിരിക്കും. നമ്മൾ ഒരു ഇപ്പോൾ സീരിയലിൽ ഒരു ക്യാരക്ടർ, ഇപ്പോൾ നമ്മുടെ പല ഫാൻസും നമ്മുടെ ആ ഒരു ചിലരൊരു എന്താ പറയുക, ഒരു എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഫ്രീഡം എടുക്കുന്നു. അതായത് നമ്മളിപ്പം ഒരു ഡ്രസ്സ് ഇട്ടാലോ അതിനെപ്പറ്റി, അപ്പൊ അങ്ങനെയുള്ള ഈ ഒരു കമന്റ്സും കാര്യങ്ങളും അതൊക്കെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? ഹാൻഡിൽ ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഹാൻഡിൽ ചെയ്യാറില്ല. ചിലത് കാണുമ്പോൾ നമുക്ക് വിചാരിക്കും ഇത് എന്താ ഇവർ ഇങ്ങനെ. അതായത് മെയിൻ ആയിട്ട് എനിക്ക് തോന്നിയത്, ഞാനും സീരിയലിൽ എന്റെ കോസ്റ്റാറായിട്ട് അഭിനയിച്ച ഷാനവാസ്, ഞങ്ങളുടെ കല്യാണത്തിന്റെ എപ്പിസോഡ് ലൈവ് ആയിട്ടാണ് വന്നത്. പിന്നെ ഞങ്ങളുടെ ആ ഒരു എന്താ പറയാ ഓൺ സ്ക്രീൻ കെമിസ്ട്രി ഒക്കെ ആൾക്കാർ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്തിരുന്നു. അപ്പൊ അതിനുശേഷം ഞാൻ വേറെ ആരുടെ കൂടെ ഒരു പ്രോഗ്രാം ചെയ്താലോ അല്ലെങ്കിൽ വേറെ ആരുടെ കൂടെ ഒരു സെൽഫി എടുത്തിട്ട് പോസ്റ്റ് ചെയ്താലോ എല്ലാം ഇവർ വന്ന് പ്രശ്നം ഉണ്ടാക്കും. അവരുടെ വിചാരം ഞങ്ങൾ എന്തോ കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിച്ചു അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഒരുപാട് നാണമില്ലേ സ്വാസിക, ഞങ്ങളുടെ ഇക്കാനെ വിട്ടിട്ട് വേറൊരാളുടെ കൂടെ ഇത് ചെയ്യാൻ നാണമില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെയൊക്കെ കമന്റ് ചെയ്തു. അപ്പൊ എനിക്ക് പേഴ്സണലി വാട്സപ്പിൽ വരുന്നവർക്ക് ഞാൻ ചിലപ്പോൾ മറുപടി കൊടുക്കാറുണ്ട്. ചില സമയത്ത് ഈ പറഞ്ഞ പോലെ നമ്മുടെ മൂഡ് ശരിയല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ നല്ല ചീത്തയൊക്കെ പറയും. ഞാൻ എപ്പോഴും അയാൾ എന്റെ കൂടെ അല്ലല്ലോ, ഞങ്ങൾ വേറെ രണ്ട് വ്യക്തികളാണ്, അത് അഭിനയിക്കുന്നതാണ്, നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഞങ്ങൾക്ക് എപ്പോഴും ഒരുമിച്ച് നടക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ ചൂടായിട്ടുള്ള ആൾക്കാരും ഉണ്ട്. പക്ഷെ പൊതുവെ ഈ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ വരുന്ന മെസ്സേജ് ഞാൻ അങ്ങനെ വായിച്ചിട്ട് അങ്ങ് ഇഗ്നോർ ചെയ്യാറുള്ളൂ. അപ്പൊ ഞാൻ പറയാണ്, ആൾക്കാർ അത്രത്തോളം നമ്മളെ ഒന്നും ചെയ്യാനായിട്ട് ആ ഒരു
ഇപ്പൊ സീത എന്ന് പറഞ്ഞ ക്യാരക്ടറിൽ തന്നെയാണ് അവർ എന്നെ കാണുന്നത്. ഞാൻ വേറെ ഏതെങ്കിലും ഒരു മോഡേൺ ഡ്രസ് ഇട്ടാലോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലൊന്ന് ഹെയർ സ്റ്റൈലൊക്കെ മാറ്റിയാലൊക്കെ ഭയങ്കര പ്രശ്നമാണ് അവർക്ക്. സ്നേഹം കൂടുതലുകൊണ്ടായിരിക്കും. അതെ അതെ, എനിക്കും അതാ തോന്നുന്നത്. അത് അവർക്ക് ആ ക്യാരക്ടറോട് അത്ര ഒരു അറ്റാച്ച്മെന്റ് ഉള്ളതുകൊണ്ടായിരിക്കും. അതൊരു റിസ്ക്കുമാണ്. കാരണം നമുക്ക് ലൈഫ് ലോങ് ആ ക്യാരക്ടറായിട്ട് ജീവിക്കാൻ പറ്റില്ല. ഇപ്പൊ നാളെ ഞാൻ വേറൊരു ക്യാരക്ടർ ചെയ്യുമ്പോഴും ചിലപ്പോൾ ഞാൻ അത് എത്ര നന്നായിട്ട് പെർഫോം ചെയ്താലും ഇവരത് അംഗീകരിക്കില്ല. അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങളുണ്ട്. പക്ഷെ അറിയില്ല, എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. യൂഷ്വലി ഹീറോയിൻസ് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഒരു നല്ലൊരു ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു നല്ലൊരു പ്രോജക്റ്റിന് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ അതേപോലെ ഷോർട്ട് ഫിലിംസും ചെറിയ പ്രോജക്ട്സും കാര്യങ്ങളും ഒന്നും അക്സെപ്റ്റ് ചെയ്യലില്ല സാധാരണ. പക്ഷെ സ്വാസികയുടെ കാര്യത്തിൽ എൻറ്റയർലി ഡിഫറെന്റ്. പെർഫോം ചെയ്യാൻ കിട്ടിയ ഒരു ചാൻസും ഞാൻ വിടില്ല എന്ന് ഓർപ്പിച്ചു തരാം. അതേ ഉള്ളൂ. കാരണം എനിക്ക് ഇതെല്ലാം എന്റെ കാഴ്ചപ്പാടാട്ടോ. ഞാൻ ഉണ്ടാക്കി നമ്മുടെ മനസ്സമാധാനത്തിന് വേണ്ടി ഓരോന്ന് ക്രിയേറ്റ് ചെയ്തു. അതുപോലെ ഞാൻ ക്രിയേറ്റ് ചെയ്ത കാര്യമാണ്. അതായത് ഞാൻ ഇപ്പോൾ ഒരു നല്ല സിനിമ ചെയ്തു, നല്ല ക്യാരക്ടർ ചെയ്തു, എല്ലാം ശരിയാണ്. പക്ഷെ ബാക്ക് ടു ബാക്ക് എനിക്ക് നല്ല ക്യാരക്ടേഴ്സ് തന്നെ വരണം എന്നൊരു നിർബന്ധമില്ല. അത് നമ്മുടെ ഒരു ഭാഗ്യം പോലെ തന്നെ ഇരിക്കുള്ളൂ. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസ് തരുന്നത് എവിടെയാണോ ആ സ്പേസ് ഞാൻ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എപ്പോഴെങ്കിലും എനിക്കത് ഗുണം ചെയ്യും. സീരിയലാണെങ്കിലും അതുപോലെ തന്നെയായിരുന്നു. അവിടെ ഞാനാണ് എന്താ പറയുക, അവിടുത്തെ സീരിയലിലെ അതായത് സീത എന്ന് പറഞ്ഞ സീരിയലിലെ ഒരു മഞ്ജു വാര്യർ ഞാനാണ്. അവിടെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പെർഫോം ചെയ്യാനുണ്ട്. ഒരു ഹീറോയിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ പെർഫോം ചെയ്യാനുള്ളത് എനിക്ക് ആ ഒരു പെർഫോം ചെയ്യാനൊരു ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ ആ സീരിയൽ ചൂസ് ചെയ്തത്. അതിനുശേഷം ഒരു ഷോർട്ട് ഫിലിം, ഇപ്പം നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഷോർട്ട് ഫിലിം, ആ ഷോർട്ട് ഫിലിമിനെ കുറിച്ചിട്ടാണെങ്കിലും എനിക്കത് വായിച്ചപ്പോൾ തന്നെ തോന്നി അവിടുത്തെ മഞ്ജു വാര്യർ ഞാനാണ്. എനിക്ക് പെർഫോം ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് വെറുതെ വന്നു ഒരു ചായ കൊടുത്തു, മിണ്ടാതെ നിൽക്കുന്നു, കരയുന്നു, അതല്ല. അപ്പം അങ്ങനത്തെ ഒരു സ്ഥലം എവിടെയാണോ ഉള്ളത് അത് ചൂസ് ചെയ്യുന്നതിൽ ഒരു തെറ്റില്ല എന്ന് എനിക്ക് തോന്നി. കാരണം നമുക്ക് എപ്പോഴും സിനിമയിൽ നിന്നെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഞാൻ നിൽക്കുന്ന ഒരു സാഹചര്യം സിനിമയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ഡിഫിക്കൽട്ട് ഒരു ഇതാണ്. കാരണം ക്യാരക്ടർ റോൾസ് ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. ചിലപ്പോൾ നല്ല സിനിമകളുടെ ഭാഗമാവണമെങ്കിൽ ഒത്തിരി കടമകൾ കടന്നാലാണ് നല്ല സിനിമയുടെ അല്ലെങ്കിൽ നല്ല ക്യാരക്ടേഴ്സ് കിട്ടുള്ളൂ. എനിക്കത് വന്നിരിക്കുന്നത് വളരെ വിരലിൽ എണ്ണാവുന്ന കാര്യം മാത്രമേ വന്നിട്ടുള്ളൂ. കൂടുതൽ എനിക്ക് കിട്ടിയിരിക്കുന്നത് മിനി സ്ക്രീൻ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ്. നമ്മൾ വായിക്കുമ്പോൾ ഒരു സ്ക്രിപ്റ്റ് എക്സൈറ്റഡ് ആയിട്ട് തോന്നിയാൽ, നമ്മുടെ ക്യാരക്ടർ നന്നായിട്ട് തോന്നിയാൽ, അതിപ്പോൾ ഒരു സിനിമയാണെങ്കിലും സീരിയലാണെങ്കിലും ഷോർട്ട് ഫിലിം ആണെങ്കിലും ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യമാണ്. ചിലപ്പോൾ ഇമേജ് പോവും, വേറെ പല പ്രശ്നങ്ങളും ഭാവിയിൽ വരുമായിരിക്കും. പക്ഷെ ക്യാമറയുടെ മുന്നിൽ നിന്ന് നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതൊരു വലിയ സന്തോഷം. അതിപ്പോ എത്ര സിനിമകൾ, ഒരു 100 സിനിമകൾ ചെയ്തിട്ട് വെറുതെ പുറകിൽ നിൽക്കുന്ന വാതിലിന്റെ പുറകിൽ ക്യാരക്ടർ ചെയ്തിട്ട് കാര്യമില്ല. അതാണ് ഞാൻ നോക്കുന്നത്. ഒരു സെലിബ്രിറ്റിയുടെ ഒരു എന്താ പറയാ, ഒരു ആസ് എ സെലിബ്രിറ്റി നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് എന്തായാലും അതിപ്പോൾ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റും. അപ്പോൾ അതിലൊരു മെയിൻ കാര്യമാണ് ഗോസിപ്സ്. അപ്പം സ്വാസികയെ പറ്റി സ്വാസിക കേട്ടിട്ടുള്ള വളരെ ചിരിപ്പിച്ച ഒരു ഗോസിപ്പ് എന്താണ്? എത്ര പ്രാവശ്യം കല്യാണം കഴിഞ്ഞു? കുറെ പ്രാവശ്യം കല്യാണം കഴിഞ്ഞു. കാരണം ഓരോ പ്രാവശ്യം ഈ ലൈവിന്റെ എപ്പിസോഡും അല്ലെങ്കിൽ വേറെ ഒക്കെ വരുമ്പോൾ അതൊക്കെ കല്യാണം കഴിച്ചതായിട്ട് പറയണു. മെയിൻ ആയിട്ട് ഞാൻ അടുത്തിടെ ഒരുപാട് ചിരിച്ചത് ഞാനും ഉണ്ണിമുകുന്ദനും തമ്മിലുള്ള ഗോസിപ്പ് വന്നതാണ്. അതായത് ഞാനൊരു തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമ കണ്ടിട്ട് അതിന്റെ അഭിപ്രായം ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തോളൂ. പിന്നെ ഉണ്ണി ഞാനും ഒരുമിച്ച് സിനിമ അഭിനയിച്ചത് കൊണ്ടും ആ ഒരു സ്വാതന്ത്ര്യം എടുത്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു പോസ്റ്റ് ഒക്കെ ഇട്ടത്. പക്ഷെ അതിനുശേഷം പിന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ പാടാതെ, അതായത് ഉണ്ണി ഒരു ഫോട്ടോ ഇട്ട് ഞാൻ മുന്നേ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഫോട്ടോ ഇടുമ്പോൾ ഞാനത് ലൈക്ക് ചെയ്യാറുണ്ട്. പക്ഷെ പിന്നീട് ഞാൻ ഒരു ഫോട്ടോയ്ക്ക് ലൈക്ക് ചെയ്താലോ കമന്റ് ചെയ്താലോ ഒക്കെ ആൾക്കാർക്ക് പ്രശ്നമാണ്. അതിൽ ഞാൻ ചിരിച്ചത് ലോക്ക്ഡൌൺ സമയത്ത് ഉണ്ണിയുടെ കൃഷി നശിച്ചല്ലോ മഴയത്ത്. അപ്പൊ ഞാൻ എന്ത് ഇൻസ്റ്റാഗ്രാമിൽ അയ്യോ എന്നൊരു കമന്റ് ചെയ്തു. അപ്പോഴേക്കും ആൾക്കാര് സ്വാസികയ്ക്ക് കേറ ചെല്ലാനുള്ള വീടാണ്, അവിടുത്തെ കൃഷി, അവരുടെ വാഴയാണ് നശിച്ചിരിക്കുന്നത്, ആ മരുമകളുടെ വേദന അത് കണ്ട് ഞാൻ കുറെ ചിരിച്ചു. അതായത് നമ്മള് വെറുതെ ഒരു കാര്യമില്ലാത്ത കാര്യത്തിനാണ് അവർ ഇത്ര ഊതി വീർപ്പിച്ച് ഭയങ്കര സംഭവമാക്കി. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്താ പറയാ ഒട്ടും എനിക്ക് അങ്ങനെ ഹേർട്ട് ആയിട്ടില്ല. ആ ഗോസിപ്പ് ഞാൻ ഒരുപാട് ചിരിച്ചൊരു സംഭവമാണ്. ഈ കല്യാണം കഴിഞ്ഞ കാര്യം കുറെ കേൾക്കുമ്പോൾ കുറെ കേൾക്കുമ്പോൾ ഇറിറ്റേഷൻ ഒക്കെ വന്നിരുന്നു. പക്ഷെ ഇത് കുറെ ചിരിക്കാനുണ്ടായിരുന്നു. അവരുടെ ആൾക്കാരുടെ അഭിപ്രായങ്ങൾ കേൾക്കുമ്പോഴേ ചിലവർ പറയും ഓ ഉണ്ണിച്ചേട്ടൻ അത്ര ഗതികേടൊന്നും വന്നിട്ടില്ല, അതൊരു കുറെ പേര് അങ്ങനെ ഭയങ്കര തമാശയായിട്ടുള്ള ഗോസിപ്പായിരുന്നു. സോ ഇനിയിപ്പോൾ അപ്കമിങ് പ്രോജക്ട്സ് ഇപ്പോൾ ഒരു ഷോർട്ട് ഫിലിം ചെയ്തെന്ന് പറഞ്ഞു, അതായത് ഒരു ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയ ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച്, അതായത് ആ ഷോർട്ട് ഫിലിമിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയാ ഭയങ്കര ഒരു പ്രത്യേക ഒരു മെസ്സേജ് നിങ്ങൾക്ക് തരാൻ പോകുന്നു അങ്ങനെയൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ യൂഷ്വലി കാണാത്ത കുറെ സംഭവങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കും ഇതായിരിക്കും ഇവിടെ വരുന്നതെന്ന് പ്രതീക്ഷിക്കുന്ന സ്ഥലത്ത്
കുറച്ച് പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ക്യാരക്ടറാണ് എൻ്റെ. മെയിൻലി എൻ്റെ ക്യാരക്ടറിനും അങ്ങനത്തെ ഒരു പ്രത്യേകതകളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു ക്യാരക്ടറുമാണ്. പിന്നെ ഞാൻ മെയിനായിട്ട് ഈ ഷോർട്ട് ഫിലിം എടുക്കാനായിട്ട് 2 റീസൺ എന്ന് പറഞ്ഞാൽ എനിക്കിത് വായിച്ചപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഞാൻ ഇങ്ങനെ വായിച്ച് വരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഇതിൻ്റെ എൻഡ് ഇങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അങ്ങനെയല്ല. അപ്പം എനിക്ക് ആ ഒരു ഓഡിയൻ എന്ന രീതിയിൽ എനിക്ക് തോന്നി പ്രേക്ഷകർക്കും അത് തന്നെ ഫീൽ ചെയ്യും. പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തത് തന്നെ അങ്ങനെ ഒരു കാര്യം ഉള്ളതായിട്ട് എനിക്ക് തോന്നി. അപ്പൊ അതാണ് ഫസ്റ്റ് എന്നെ അട്രാക്ട് ചെയ്തത്. സെക്കൻഡ് എൻ്റെ ഇതിൽ വെച്ച് ഇതിന്റെ നമ്മുടെ ഡയറക്ടർ ബിലഹരി. അപ്പോൾ ബിലഹരിയെ കുറിച്ചിട്ട് ഞാൻ ഇതിന് മുൻപ് കേട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ പല കോ സ്റ്റാർസ് പറയുന്നത് ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള ഒരു ഫിലിം മേക്കറാണ്, നല്ല സെൻസിബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണാണ്, ഒരു ഫിലിം പേഴ്സണാലിറ്റിയാണ് എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. പല സാഹചര്യം കൊണ്ട് നമുക്ക് അദ്ദേഹത്തെ മീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഫിലിമിൽ വർക്ക് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ബിലഹരിയാണ് ഇതിൻ്റെ ഡയറക്ടർ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ ഫൈൻ. അപ്പം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ അതും കൂടി നോക്കണമല്ലോ, അതിൻ്റെ ഒരു ഡയറക്ടർ പിന്നിൽ പ്രവർത്തിക്കുന്ന ആരാണ് എന്നുള്ളതിലും മെയിൻ ഒരു കാര്യമുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നി ഇതൊരു ഷോർട്ട് ഫിലിം ആണെങ്കിൽ പോലും ഒരു വെൽ നോൺ ഒരു ഡയറക്ടറാണ്, സ്ക്രിപ്റ്റ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ വൈ നോട്ട് നമുക്ക് എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാൻ അങ്ങനെ കണ്ണും പൂട്ടി ചെയ്തത്. ഭയങ്കര ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സ്പേസിൽ നമുക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസ് ഒക്കെ തന്നു, ആ ഒരു ഫ്രീഡം. അങ്ങനെ ഭയങ്കര എൻജോയ് ചെയ്തൊരു വർക്കായിരുന്നു. അപ്പം എല്ലാം കൊണ്ടും എനിക്ക് ഭയങ്കര പ്രതീക്ഷയുള്ള, അതായത് ഞാൻ ഷൂട്ട് ചെയ്ത് നമ്മൾ ചില പ്രൊജക്ട്സ് നമുക്ക് അങ്ങനെയാണ്, ക്യാമറയുടെ മുന്നിൽ നിന്ന് ഫസ്റ്റ് ഷോട്ട് കൊടുക്കുമ്പോഴേ നമുക്ക് അറിയാം ഇത് നന്നായിട്ട് പോകും അല്ലെങ്കിൽ ഇതിൽ എന്തോ ഉണ്ട്, സംതിങ് സ്പെഷ്യൽ ഉണ്ട്, സ്പാർക്ക് കിട്ടും. അങ്ങനെ എനിക്ക് കിട്ടിയ ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നു. പിന്നെ ഭയങ്കര അതുകൊണ്ട് തന്നെ ഞാൻ അത് വരാൻ വെയിറ്റ് ചെയ്യുന്നു, ആൾക്കാർ അത് കാണുമ്പോൾ ഇഷ്ടപ്പെടും എന്നുള്ള പ്രതീക്ഷയൊക്കെ എനിക്ക്. എൻ്റെ ഒരു ഓവർ കോൺഫിഡൻസ് ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അതൊക്കെ എനിക്കുണ്ട്. അതിൻ്റെ ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസ് ചെയ്തപ്പോൾ ഒത്തിരി നല്ല റെസ്പോൺസ് കിട്ടി. എല്ലാവരും സിനിമയാണോ എന്നൊക്കെ കുറെ പേര് ചോദിച്ചു. അപ്പൊ ഞാൻ ആഗ്രഹിച്ചു സിനിമയായിരുന്നു. എന്താണെങ്കിലും ആൾക്കാർ അത് കണ്ടിട്ട് ഒരു സിനിമയാണോ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു സിനിമയുടെ പോസ്റ്ററിന്റെ ഒരു ക്വാളിറ്റി ഉണ്ടെന്നൊക്കെ പറയുന്നത് തന്നെ നമ്മുടെ ഒരു ഷോർട്ട് ഫിലിമിന്റെ ഒരു ഗുണമാണ്. അങ്ങനെ ഹാപ്പിയാണ് ഞാൻ ഇതുവരെ. സോ അപ്പം ഇനി അപ്കമിങ് ഏതെങ്കിലും സ്റ്റോറീസ് കേൾക്കുന്നുണ്ടോ? ഇപ്പം ഇനിയിപ്പോൾ ഈ ഒരു കൊറോണ സിനാരിയോ കഴിഞ്ഞ ഉടനെ ഇനി ഒരു വെബ് സീരീസ് ഞാനിപ്പം ചെയ്യുന്നുണ്ട്. നമ്മുടെ റാഫി മെക്കാട്ടിൻ സാറ് ഒരു വെബ് സീരീസ് ഡയറക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഇത് 5 എപ്പിസോഡ് ഷൂട്ട് കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു. പിന്നെ ഞാൻ ലോക്ക്ഡൌണിന് മുന്നേ കമ്മിറ്റ് ചെയ്ത് വെച്ചൊരു മൂവിയായിരുന്നു എം പത്മകുമാർ സാറിൻ്റെ ആസിഫ് അലി സുരാജേട്ടൻ്റെ ഒരു പ്രൊജക്റ്റ്. അത് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ള കാര്യത്തിനെ കുറിച്ചൊരു കൺഫ്യൂഷനിലാണ്. പക്ഷെ അതൊരു നല്ലൊരു സിനിമയാവാൻ ചാൻസ് ഉണ്ട്, നല്ലൊരു സ്ട്രോങ് സ്ക്രിപ്റ്റാണ്. അപ്പോൾ അതാണ് വെയിറ്റിംഗിലിരിക്കുന്നത്. പിന്നെ ഈ വെബ് സീരീസിന്റെ ഷൂട്ടിങ്ങിന് നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ആങ്കറിങ് ചെയ്യുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് പുതിയത്. ഷോർട്ട് ഫിലിം എന്ന രീതിയിൽ ഇപ്പോൾ ഉടനെ വേറെ പുതിയ ഷോർട്ട് ഫിലിം ഒന്നും എടുത്തിട്ടില്ല. വേറൊരു വെബ് സീരീസും, അതായത് അതൊരു ഷോർട്ട് ഫിലിം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് ഫിലിം ആണോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷെ ഒരു 3 എപ്പിസോഡുള്ള ഒരു അങ്ങനത്തെ ഒരു സീരീസ് ചെയ്യാനും പ്ലാൻ ഉണ്ട്. സോ അപ്പം ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ വിശേഷങ്ങളൊക്കെ സ്പെൻഡ് ചെയ്തതിനും താങ്ക് യു സോ മച്ച്. അപ്പം നമ്മുടെ ഇനിയൊരു ചെറിയ ഗെയിം സെഗ്മെന്റ് ആണ്. ഗെയിമോ? യെസ്, ഗെയിമിന്റെ പേരാണ് വാട്ട്സ് ഓൺ യുവർ ഫോൺ. ഫോണിൽ എന്താ ഉള്ളത്? ഓൺലൈനാണ്. അപ്പോൾ ഇല്ല, കുഴപ്പമില്ല. നമ്മളങ്ങനെ എന്താ പറയുക, കുഴപ്പിക്കുന്ന ഏതാണെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യാം, കുഴപ്പമില്ല. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്സ്ആപ്പ് DP എന്താണ്? ഒന്ന് ക്യാമറ. വാട്സ്ആപ്പ് DP എൻ്റെ DP തന്നെയാണ്. എൻ്റെ ഒരു പുതിയ ഓണം ഫോട്ടോഷൂട്ടായിരുന്നു. ഓ അടിപൊളി. അപ്പം ലാസ്റ്റ് ഡയൽ നമ്മുടെ ഇതിന്റെ ഡയറക്ടർ, നമ്മുടെ തുടരും എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമിന്റെ ഡയറക്ടർ ബിലഹരി. വാൾപേപ്പർ എന്താണ്? ഫോൺ വാൾപേപ്പർ ഒന്നുമില്ല. ലാസ്റ്റ് സെൽഫി എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഗ്രൂപ്പ് ഉണ്ട്, എന്താ ഫുൾ ഓൺ വൈബ്രന്റ് ടീം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ആ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഒരു സെൽഫി. ആരെയാണ് ലാസ്റ്റ് ആയിട്ട് ടെക്സ്റ്റ് ചെയ്തത്? വാട്സാപ്പിലോ? വാട്സാപ്പിൽ ടെക്സ്റ്റ് ചെയ്തത് ഞാൻ വന്നിട്ട് ഈ ഗ്രൂപ്പില് ഫുൾ ഓൺ വൈബ്രന്റ് ഈ ഫോട്ടോ ഇട്ടിട്ട് ഗുഡ് മോർണിംഗ് ആണ് ഞാൻ ലാസ്റ്റ് ഇത് ചെയ്തത്. മോസ്റ്റ് യൂസ്ഡ് ആപ്പ് ഏതാണ്? ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ആപ്പ് ഏതാണ്? ഫോൺ. ഇൻസ്റ്റാഗ്രാം. പിന്നെ മോസ്റ്റ് യൂസ്ഡ് ഇമോജി ഏതാണ്? ഇമോജി മറ്റേ ഈ ഇളിക്കണത്. ഓക്കെ. സോ ലാസ്റ്റ് സോങ്? ഫോണിൽ ഞാൻ ലാസ്റ്റ് ആയിട്ട് സോങ് കേൾക്കല് കുറവാണ്. ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് ഞാൻ ഫോണിൽ സോങ് എന്തായാലും കേട്ടിട്ടില്ല. ഈ 2 ദിവസം ഞാൻ കേട്ടിട്ടേ ഇല്ല. ഫേമസ് ആയിട്ടുള്ള എത്ര കോൺടാക്ട്സ് ഉണ്ട്? ഫേമസ് പേഴ്സണാലിറ്റീസിന്റെ കോൺടാക്ട്സ് ഒത്തിരി പേരുണ്ട്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു 4 പേര് പറഞ്ഞു. ലാലേട്ടൻ, ഓക്കെ, മമ്മൂക്ക, പൃഥ്വിരാജ്, ഓക്കെ, ജയേട്ടൻ, ദിലീപേട്ടൻ.
അടിപൊളി. ചോബി ഏയ് നീ വേണോ? ലാസ്റ്റ് ബ്ലോക്ക് ചെയ്തൊരു കോണ്ടാക്ട് ഏതാ? ഞാൻ ബ്ലോക്ക് ചെയ്തു. അതെ, ഞാൻ ബ്ലോക്ക് ചെയ്ത കോണ്ടാക്ട് ഇതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ശല്യക്കാരൻ? അതായത് ഞാൻ ഒരാളെ സേവ് ചെയ്ത് വെച്ചത് ആളെ എനിക്ക് മാഡ് ഫാൻ എന്നാണ് ഞാൻ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം ശല്യം എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ വെറുതെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് ചേച്ചി എന്ത് ചെയ്യുന്നു, അങ്ങനെയാണോ അത് ചെയ്യുന്നു, അങ്ങനെയൊക്കെ ചെയ്യും. ചില സമയത്ത് ഞാൻ ബ്ലോക്ക് ചെയ്യും. അപ്പൊ വേറെ നമ്പറിൽ നിന്ന് വിളിക്കും, ഇങ്ങനെ എന്തെങ്കിലും അത്യാവശ്യമാണ് അല്ലെങ്കിൽ ഒരു ഫോട്ടോ റിലീസ് ചെയ്യാം അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ അൺബ്ലോക്ക് ചെയ്യും, വീണ്ടും ബ്ലോക്ക് ചെയ്യും. അങ്ങനെ. അപ്പൊ ലാസ്റ്റ് ഗൂഗിൾ സെർച്ച് എന്താണ്? ഞാൻ ഗൂഗിളിലല്ല യൂട്യൂബിലാണ് സെർച്ച് ചെയ്യുന്നത്. അതിൽ ഞാൻ ഇന്നലെ സെർച്ച് ചെയ്തത് ഓസം ഏജ് മെഡിറ്റേഷൻ. ഓക്കെ, അപ്പം ഫോൺ ചലഞ്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു സംതിങ് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ചലഞ്ചാണ് കേട്ടോ. ഈ ചലഞ്ചിന്റെ പേരാണ് ദ ലിറിക്സ് ചലഞ്ച്. ലിറിക്സ് ചലഞ്ച് അതായത് മറ്റേ സ്പീഡിൽ പാടാനാണോ? അല്ല, സ്പീഡിൽ പാടണ്ട. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള സോങ്സ് ആണ്. ആ സോങ്സിന്റെ അതിന്റെ ലിറിക്സിന്റെ ഞാൻ ഇംഗ്ലീഷ് കൺവേർട്ട് ചെയ്ത് പറയും. ഓക്കെ, അതായത് മലയാളം പാട്ട് ഇംഗ്ലീഷിൽ പറയും. അതായത് കറക്റ്റ് കൊളോക്കിയൽ ഇംഗ്ലീഷ് ഒന്നും ആയിരിക്കില്ല, അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്ത് പറയും. പക്ഷെ അത് സോങ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്തത് പാടണം. ഒരു പാട്ടുകാരിയാണെന്ന് ഞങ്ങൾക്ക് അറിയാം. ഓക്കെ, അപ്പം റെഡിയാണോ ഈ ചലഞ്ചിന്? വൺ മോർ നൈറ്റ് പാസസ് അവേ, വൺ സോങ് സാങ് ആൻഡ് സൺലൈറ്റ് കെയിം. വൺ മോർ നൈറ്റ്, ഒരു രാത്രി കൂടി, ഒരു രാത്രി കൂടി. ഓക്കെ, പഠിക്കും എന്തായാലും. അല്ല, എനിക്ക് അങ്ങനെ ഫുള്ള് പാട്ടൊന്നും അറിയില്ല, എന്നാലും അതന്നെ. ഒരു രാത്രി കൂടി വിടവാങ്ങവേ, ഒരു പാട്ടുമൂളി വീഴവേ. ലൈക്ക് വൺ കസേലിപ്പീന പുൽച്ചെറിന ബ്ലോസം. അതാണ് കസേലിപ്പീനിയ പുൽച്ചെറിന. കസേലിപ്പീനിയോ? അത് ഒരു പൂവിന്റെ എന്താണ് സയന്റിഫിക് നെയിമാണ്. പക്ഷെ ബാക്കി ചിലപ്പോൾ ബാക്കി ഞാൻ പറഞ്ഞാൽ കിട്ടും. ഓക്കെ, so like one Casselipinia pulcherrima blossom, petal root in front of one face, like one deva song happening. One deva song happening. അപ്പോൾ ഈ കസേലിപ്പീനിയ പുൽച്ചെറിന എന്താന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ ഇത് ഈസി ആയിട്ട് കിട്ടും. കസേലിപ്പീനിയ പുൽച്ചെറിന എന്ന് പറഞ്ഞാൽ രാജമല്ലി എന്നാണ്. ഒരു രാജമല്ലി. അതാ ഞാൻ പറഞ്ഞത്, അത് അതിലെ ട്വിസ്റ്റ് അതാണ്. അത് പെട്ടെന്ന് ഗോൾഡൻ വാട്ടർ ലില്ലി റിവർ സൈഡ്. ഗോൾഡൻ വാട്ടർ ലില്ലി. സ്വർണ്ണമല്ല, സ്വർണ്ണത്തിന് വേറെ ഒരു സംഭവം. പൊന്ന്. ഓക്കെ, സ്വർണ്ണം വാട്ടർ ലില്ലി റിവർ സൈഡ്. യു റിമെമ്പർ ദ ഫസ്റ്റ് ടൈം വി മെറ്റ്. യെസ്, കം ഓൺ, വരട്ടെ. ഓക്കെ, ഏജ് ഗേവ് ഡിസയർ ഇൻ us, desire in our eyes gave love, love in our heart gave ragam. വരട്ടെ. പ്രായം തമ്മിൽ മോഹം, അതാണോ? പ്രായം തമ്മിൽ മോഹം നൽകി, മോഹം കണ്ണിൽ പ്രേമം നൽകി. ഓ, അടിപൊളി. എല്ലാം സൂപ്പർ. അല്ല, സാഗസിൽ ഞാൻ പേടിച്ചു, പക്ഷെ എന്നാലും കിട്ടി. ഇപ്പൊ പുതിയ ഷോർട്ട് ഫിലിമിന്റെ പേര് തന്നെ തുടരും എന്നാണ് ഷോർട്ട് ഫിലിമിന്റെ പേര്. അപ്പൊ അതായത് തുടരും എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാലോ അതിൽ കുറെ. ഹലോ, ഇന്റർവ്യൂ ആണ്, ആരാണ് മനസ്സിലായില്ല. അല്ല, ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്യാമറ ഉണ്ട്, ഫ്രെയിം ഉണ്ട്. അല്ല, മനസ്സിലായി. ഇത് പുള്ളീനൊന്ന് എന്താ പ്രശ്നം? ആരാ? ഹലോ, ഒറ്റ മിനിറ്റ്, ഒന്ന് ഷൂട്ടൊന്ന് കഴിഞ്ഞോട്ടെ. നിങ്ങൾക്ക് സംസാരിക്കാം. അല്ല, ആരാ മനസ്സിലായില്ല? അതെ, ശരത്ത് ഇവിടെ ആരാണ്, എന്താണ്? അല്ല, നിങ്ങള് എനിക്കറിയില്ല, ഞാൻ വിചാരിച്ച് ഇവിടത്തെ ആരെങ്കിലും ആയിരിക്കും. ഞാൻ അവിടെ കണ്ടു, അപ്പൊ ഞാൻ വെച്ച് ഇവിടത്തെ സ്റ്റാഫ് വല്ല ആയിരിക്കും. സ്വാസികയുടെ പരിചയക്കാരാണോ? ഞാൻ അല്ല, പിന്നെ എന്ത് ധൈര്യത്തില എന്റെ തലയിലൊക്കെ തോണ്ടുന്നത്? അല്ല, ഇത് ആരെ മനസ്സിലായില്ല. എന്താ പ്രശ്നം? പ്രശ്നം എന്താണ്? ചേട്ടൻ മാറി ഇന്റർവ്യൂ. എന്റെ പേര് ലിപ്പിൻ. ചേട്ടൻ മാറി ഷൂട്ടൊന്ന് കഴിഞ്ഞിട്ട് എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഹലോ, മാറി എന്താ പ്രശ്നം? അല്ല, മനസ്സിലായില്ല. ഞാൻ അപമാനിക്കാൻ ചേട്ടൻ ആരെയും ഇങ്ങോട്ട് വിളിച്ചത്. ചേട്ടാ ഒന്ന് ഷൂട്ടൊന്ന് കഴിഞ്ഞു. ആദർശ്, ആരത്? എന്താണ്? സംസാരിക്കുക. നിങ്ങൾ എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം? ഞാൻ ഇവിടെ ഇന്റർവ്യൂ ചെയ്യാൻ വന്ന ആളാണ്. ചേട്ടൻ ഫ്രെയിമിൽ നിന്ന് മാറി ഇതൊന്ന് തീർത്തോട്ടെ പ്ലീസ്. ഞാൻ അറിയുന്ന ആരെങ്കിലും ആണോ? ക്ലാസ്സിൽ അറിയുന്ന ആരെങ്കിലും ആണോ? എനിക്കറിയില്ല, അതല്ല ഞാൻ പറഞ്ഞത്. ചേട്ടാ പ്ലീസ് നമുക്ക് ഇങ്ങോട്ട് ഒന്ന് സംസാരിക്കണ്ടേ? ഇത് കഴിയട്ടെ. ഒന്ന് ആക്ട്രസ്
അല്ല ചേട്ടൻ എന്തിനാ തമാശ ആക്കുന്നത്? ചേട്ടൻ അങ്ങോട്ട് നിൽക്കും. ശരി ശരി, ഞാൻ ഈ ഇൻ്റർവ്യൂ ഒന്ന് കഴിഞ്ഞു. ഞാനോ? ശ്വാസികയെ വിളിച്ചിട്ട് അറിയില്ല എന്ന് പറഞ്ഞല്ലോ, മാമിനെ അറിയില്ല എന്ന് പറഞ്ഞല്ലോ. പിന്നെ അറിയില്ല എന്ന് പറഞ്ഞല്ലോ, പിന്നെന്താണ്? നിങ്ങൾ മാറിക്കത്ത് ഷൂട്ടൊന്ന് കഴിഞ്ഞോട്ടെ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ആ നിങ്ങൾ ഫ്രെയിം മാറിക്കട്ടെ, ഞാൻ ഇതൊന്ന് ഷൂട്ടൊന്ന് തീർത്തോട്ടെ. ശരി, ഒരു മിനിറ്റ്, ഒറ്റയ്ക്ക് ഒരു മിനിറ്റ്. നിങ്ങളൊന്ന് അങ്ങോട്ട് മാറിപ്പോയിട്ട് സംസാരിച്ചിട്ട് തിരിച്ചു വരും. പിന്നെ ചേട്ടൻ, ഞാൻ ഇവിടുത്തെ ആങ്കറാണ്, ഞാനിവിടെ ഇന്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ല, ഇതൊക്കെ എന്തിനാ അങ്ങനോട് പറയേണ്ട ആവശ്യം എന്താ? ശരി, ഞാൻ നിങ്ങളെ വിളിച്ചിട്ടാണല്ലോ വന്നു എന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ അങ്ങോട്ട് വരാം, ഞാൻ അങ്ങോട്ട് വന്നിട്ട് സംസാരിക്കാം. തൽക്കാലം ഇപ്പൊ അവിടെ പോയിരിക്കും. എന്താണ് മാറിക്കുന്നത്? ഇവിടുത്തെ ആള് ഇവിടുത്തെ ഈ ഷോ ഡയറക്ടർ ഒന്ന് വിളിക്കോ? ഷോ ഡയറക്ടർ ശരത് ആദർശ്, ഇത് എന്താണ് സീൻ? എന്താണ് പുള്ളി ഇതെന്താണ് വന്നെങ്കിൽ നിങ്ങളൊന്ന് സൈഡിലേക്ക് നിൽക്കൂ. ഇത് ഷൂട്ടൊന്ന് ശരി, ഞങ്ങൾ സംസാരിക്കാം, അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞില്ലേ? ഇത്രയ്ക്ക് എന്താണ് ചേട്ടത് ഷൂട്ട്? എന്ത് സംഭവം? എന്താ അറിയേണ്ടത്? നിങ്ങളോട് കുറെ നേരമില്ല മര്യാദയ്ക്ക് പറയുന്നു. മാറി മേത്ത് പിടിക്കല്ലേണോ? ഇതിന്റെ ഷൂട്ടിന്റെ ഇടയ്ക്ക് കയറി വന്നിട്ട് പിന്നെ മേത്ത് പിടി. നിങ്ങൾ ഷൂട്ട് ചെയ്യട്ടെ. നിങ്ങൾ ആര് വിളിച്ചിട്ട് വന്നു? എപ്പോ? ഞാൻ വിളിച്ചിട്ട് നിങ്ങൾ മാറിക്ക്. മാറേ. എനിക്കറിയില്ല. നിങ്ങൾ മാറി. നിങ്ങൾ മാറിക്കൂടെ? ഫ്രെയിം ഒന്ന് മാറിക്ക്. ഞാൻ മാറാൻ താല്പര്യം. എന്നെ വിളിച്ചു വന്നു, ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട്. എന്താ പരിപാടി എനിക്കറിയണം. നിങ്ങൾ എന്റെ ചേട്ടാ ഇവിടെ ഇന്റർവ്യൂ നടക്കുകയാണ്, ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ഇന്റർവ്യൂ ആണ് നിങ്ങളോട് പറയണം? നിങ്ങളാരാ ഇവിടുത്തെ? അറിയില്ല എന്ന് പറഞ്ഞില്ലേ, പിന്നെന്താ? അറിയില്ല എന്ന് പറഞ്ഞല്ലോ, പിന്നെന്താ? ഞാൻ വിളിച്ചിട്ടില്ല. നിങ്ങൾ മാറിക്ക്. അതിപ്പോ നിങ്ങളോട് പറയേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ മാറിക്ക് ഇങ്ങോട്ട്. കുറെ അല്ല, നിങ്ങൾ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. ഞാൻ ഇവിടെ ക്യാമറ സെറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്തിരിക്കുകയാണ്. എനിക്കറിയാത്ത ഒരാളുടെ അടുത്ത് എനിക്ക് ഇതിനെല്ലാം മറുപടി പറയാൻ താല്പര്യമില്ല. ഇനി ഞാൻ വിളിച്ചിട്ടാ നിങ്ങൾ വന്നെങ്കിൽ ഞാൻ 5 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ ചേട്ടാ ഇവിടെ ഏതാങ്കിലും നിങ്ങൾ മാറി ഇങ്ങോട്ട്. ഞാനൊന്നും വിളിച്ചിട്ടില്ല. എനിക്കറിയില്ല കേട്ടോ, എനിക്കറിയില്ല. ഞാൻ വിളിച്ചിട്ടില്ല. അല്ല, ഇങ്ങനെ വെറുതെ വന്നിട്ട് ഫ്രെയിമിലേക്ക് കയറി വന്നിട്ട് എനിക്കറിയില്ല. എന്നോട് സംസാരിക്കണ്ടേ? ഇതാണ് നമ്മുടെ ഷോ ഡയറക്ടർ. ഇവരുടെ അടുത്ത് സംസാരിച്ചിട്ട് നിങ്ങൾ എന്താണ് ക്ലിയർ ചെയ്തോളൂ. ഞാൻ വിളിച്ചേക്ക് എവിടെ വിളിച്ച കോള് കാണിച്ചു കൊടുക്കും. ഞാൻ വിളിച്ച കോള് മെസ്സേജ് എന്തെങ്കിലും കാണിച്ചു കൊടുക്കും. നിങ്ങൾ ഫ്രെയിമിന് മാറി മിസ്റ്റർ, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ഞാൻ മാറി നിൽക്കാൻ താല്പര്യമില്ല. ഞാൻ എന്നെ വിളിച്ചത് വസിക്കണം. ഞാൻ തന്നെ വന്നു. എടോ, ഞങ്ങൾ ഷൂട്ട് ചെയ്യട്ടെ. നിങ്ങൾ ഞാൻ എന്തിനാ വിളിച്ചത്? ഞാൻ എന്തിനാ തന്നെ വിളിച്ചത്? ഞാൻ എന്തിനാ വിളിച്ചത് പറയൂ. എന്തിനാ ഞാൻ തന്നെ വിളിച്ചത്? ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് മാറ്റണം. എനിക്കറിയില്ല. എനിക്ക് മാറിക്കോളൂ ഇങ്ങോട്ട്. ഇവിടെ ഷൂട്ട് ചെയ്യണ്ട. പിന്നെ നിങ്ങൾ കുറെ നേരം നിങ്ങളോട് മര്യാദയ്ക്ക് സംസാരിക്കണം കേട്ടോ. എനിക്കറിയാം. ശ്വാസിക ഇയാളെ അറിയോ ഇല്ലയോ? എനിക്കറിയില്ല. നിങ്ങൾ മാറിക്കാം. എന്താ കുറെ നേരെ എനിക്ക് ഇതിൽ കൂടുതൽ പിടിച്ചെടുക്കാൻ പറ്റില്ല. ഇവിടെ ഇരിക്കെ. ഞങ്ങളുടെ ആരാണ് മനസ്സിലായില്ല. മനസ്സിലായി. പക്ഷെ ഇതാണ് നമ്മുടെ ഈ ഷോർട്ട് ഫിലിമിന്റെ ഹീറോ. ഓ, അത് ശരി. ഹീറോയുടെ പെർഫോമൻസ് ആയിരുന്നല്ലേ അത്? ഞങ്ങൾ രണ്ടുപേരും പെർഫോം ചെയ്യുന്നതിന്റെ, അതായത് പെർഫോം ചെയ്ത് കൊളാക്കുന്നത് ഞങ്ങളുടെ ഡയറക്ടർ അവിടെ നിന്ന് കണ്ട് ഹൃദയം പൊട്ടി മരിച്ചു. എന്തൊരു ഓവർ ആക്ടിംഗ് ആണെന്നാണ് ബിലഹിയാണെന്ന് പറയുന്നത്. അപ്പൊ എവിടെ ചേരാണ്? ആക്ച്വലി ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വന്ന സമയത്ത് നമ്മള് ഇങ്ങനെ എന്താ പറയാ, എന്തെങ്കിലും ഒരു ഡിഫറെന്റ് ആയിട്ട് ഒരു എൻട്രി കൊടുക്കാന്ന് വെച്ചാൽ ഞങ്ങൾ ഈ ഒരു പ്ലാൻ ചെയ്തു. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇവിടെ വന്നപ്പോ ഇവിടെ എനിക്ക് റെഡി ആക്കി. അപ്പൊ ഞാൻ അപ്പൊ തന്നെ മെസ്സേജ് ചെയ്തു. ഞാൻ മെസ്സേജ് ചെയ്തിട്ട് ഇങ്ങനെ വരാൻ പറഞ്ഞു. പണിക്ക് ചെറിയൊരു തിരിച്ചു പണിയാണ്. പക്ഷെ ശരിയായില്ല. ഞാൻ ഉദ്ദേശിച്ച പോലെ അങ്ങ് എത്തിയില്ല. കളറായില്ല. അതാ
അല്ല ഇത് കുറച്ച് പേർക്ക് ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും ഭയങ്കര അഭിനയമാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും വന്ന സ്ഥിതിക്ക് ഞാൻ ഷോർട്ട് ഫിലിമിന്റെ പേടിച്ചോ? ഞാൻ ചെറുതായിട്ടൊന്ന് ഒരാളെങ്കിലും- ഞാനിനി എന്താ പറയാ, ഞാൻ ആൾക്കാരെ കൂട്ടാനുള്ള ഒരു ശ്രമത്തിലായിരുന്നു. ആരെവിടെ അഭിനയം കണ്ട് നാച്ചുറൽ ആണെന്ന് വിചാരിച്ചല്ലോ. അതെ അതെ. സക്സസ്. നിങ്ങൾ ഈ ഷോർട്ട് ഫിലിം സെറ്റിൽ ഇത് തന്നെയായിരുന്നോ? ഇങ്ങനെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പണിയൊക്കെ കൊടുക്കലുണ്ടായിരുന്നു? ഇല്ല, നമ്മുടെ ഷോർട്ട് ഫിലിം ആകെ ഒരു ദിവസം, എനിക്ക് ഒരു ദിവസത്തെ ഷൂട്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ആ ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭയങ്കര നമ്മൾ ബിസി ആയിട്ട് പോകുന്നതുകൊണ്ട് ശരിക്കും സംസാരിക്കാൻ പോലും ഞങ്ങൾക്ക് സമയം കിട്ടിയിട്ടില്ല. 3 ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നല്ലോ. എനിക്ക് ഒറ്റ ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഷോർട്ട് ഫിലിംസ് ഇപ്പോൾ ഇങ്ങനെ കുറേ നമുക്ക് ഈ ഒരു ലോക്ക്ഡൗൺ ടൈം പീരിയഡിൽ കുറേ ഷോർട്ട് ഫിലിംസ് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എന്താണ് ഈ ഒരു ഷോർട്ട് ഫിലിം, അതിൻ്റെ പേരും? ഞങ്ങൾ ഫസ്റ്റ് പോസ്റ്റ് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരു സ്പാർക്കൊക്കെ അടിച്ചു. എന്നാലും എങ്ങനെയാണ് ഇതിൻ്റെ? അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ സംഭവിച്ചു പോയതാണല്ലോ. അങ്ങനെ ഒരു ഭയങ്കര സസ്പെൻസോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് നമ്മൾ കൊടുക്കുന്ന ഒരു മെസ്സേജോ അങ്ങനെ ഭയങ്കരമായിട്ട് ഒരു കാര്യങ്ങളും ഇതിലില്ല. പക്ഷേ അതായത് ഈ ഷോർട്ട് ഫിലിമില് ഒരു ചെറിയൊരു സംഭവം, അത് എനിക്ക് തോന്നുന്നു ചില ആൾക്കാർക്ക് കാണുമ്പോൾ, ചില ആൾക്കാർക്കെങ്കിലും ഇപ്പൊ നമ്മളൊരു 100 പേരെടുക്കുകയാണെങ്കിൽ അതിലൊരു 5 പേർക്കെങ്കിലും ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും, 5 പേർക്കൊന്നല്ല ഉണ്ടാവുമായിരിക്കും. ചിലപ്പോൾ ആൾക്കാർ വിചാരിക്കും ഇങ്ങനെ ചെയ്തത് നന്നായി, ഇങ്ങനെ ചെയ്യണം. ചില ആൾക്കാർ അങ്ങനെ വിചാരിക്കും, അങ്ങനെ വിചാരിച്ചിട്ട് അങ്ങ് വിട്ടുകളയും. ചിലവര് വിചാരിക്കും എൻ്റെ എന്നാലും ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്ന് വിചാരിക്കും. അപ്പോൾ ചെയ്താൽ നല്ലതായിരിക്കും, ചെയ്യാമോ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരും ഈ ഷോർട്ട് ഫിലിം കാണുമ്പോൾ. അത് ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. തുടരും എന്ന് പറഞ്ഞാൽ തന്നെ ചിലപ്പം നമ്മുടെ ഡയറക്ടറായിരിക്കും ആ ടൈറ്റിൽ ഇട്ടത്. അപ്പൊ അദ്ദേഹം മനസ്സിൽ വിചാരിച്ചും ഇതിങ്ങനെ തുടരും, ലോകമുള്ള അല്ലെങ്കിൽ നമ്മൾ മനുഷ്യർ ജീവിക്കുന്ന സമയത്തും ഈ കാര്യങ്ങളൊക്കെ തുടരും, മാത്രം തുടർന്നുകൊണ്ടേയിരിക്കുന്നതാണ്. എന്റെ ക്യാരക്ടറിന് ഒരു പ്രത്യേകത ഉണ്ട്. എൻ്റെ അതായത് ഹീറോ ആയിട്ട് ചെയ്യുന്ന ആളുടെ ക്യാരക്ടറിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഇവർ രണ്ടുപേരും കൂടി കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നതിൽ ആൾക്കാർക്ക് പല ആൾക്കാർക്ക് കാണുമ്പോൾ പല രീതിയിൽ തോന്നും. നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇതിന് മുന്നേ ഏത് പ്രോജക്ട്സ് ഒക്കെ ചെയ്ത്? ഞാൻ കരി എന്നൊരു സിനിമ, നമ്മുടെ സൂഫിയും സുജാതയും സംവിധായകൻ നാരായണപ്പുഴ ഷാനവാസിന്റെ ഫസ്റ്റ് സിനിമ ഹീറോ ആയിരുന്നു ഞാൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2-3 സിനിമകളുണ്ട്. ഞാൻ ലോക്ക്ഡൗൺ സമയത്ത് ഞാനും ബിലഹരി ഞങ്ങൾ കൂടി ഒരു വെബ് സീരീസ് ഷൂട്ട് തുടങ്ങിയിരുന്നു. ഷൂട്ട് തുടങ്ങിയത് പകുതി വെച്ച് നിന്നു, കൊറോണ ഒന്നും. അപ്പോൾ ഞങ്ങളിങ്ങനെ ശ്യാം നാരായണൻ നമ്മളൊരു കോമൺ ഫ്രണ്ടാണ്. അപ്പോൾ അവിടെ ഒരു സ്ക്രിപ്റ്റിന് അയച്ചു തന്നപ്പോൾ രസം തോന്നി. അപ്പോൾ ഇതിങ്ങനെ വായിച്ചപ്പോൾ നമുക്ക് ചെയ്താലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തു. കാസ്റ്റിങ്ങോ ഇപ്പോൾ സ്വാസിക ഒരു ഓപ്ഷൻ വന്നപ്പോൾ സ്വാസിക വിളിച്ചു, സ്വാസിക ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ വളരെ പെട്ടെന്ന് ഒരു എല്ലാം സ്റ്റാർട്ട് ചെയ്തു. അപ്പം തുടരുന്ന എല്ലാവിധ ആശംസകളും ഫ്രം ഹോൾ ബിഹൈൻഡ് വുഡ്സ് ടീം. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു വൈറലായ ഒരു ഷോർട്ട് ഫിലിം ആവട്ടെ. അതെ, അങ്ങനെ നിങ്ങളെല്ലാവരും കാണുമ്പോൾ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്കുള്ള ഒരു എക്സൈറ്റ്മെന്റ് നിങ്ങൾക്കും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ്. പക്ഷെ എല്ലാവരും ഇങ്ങനെ കാണും എന്നുള്ളൊരു ഇതുണ്ട്. കാരണം നല്ല റെസ്പോൺസ് കിട്ടി ഞങ്ങൾക്ക് ഞങ്ങളുടെ പോസ്റ്റർ റിലീസ് ചെയ്തപ്പോൾ. അപ്പോൾ എല്ലാവരും കാണണം, കണ്ടിട്ട് ഞങ്ങൾ കുറച്ച് എല്ലാം പുതിയ ആൾക്കാരാണ്, അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ എന്നെ പ്രാങ്ക് ചെയ്തതിന് ഞാൻ ഇനി പകരം വെട്ടുന്നുണ്ട് അടുത്ത് തന്നെ. താങ്ക് യു. SRM School of Film Technology, Ramapuram offers 3 years degree program in film technology. I am proud to be an alumni.